എല്ലാ മുന്നണികളും സജ്ജമായോ എന്നൊരു അന്വേഷണമാണ്. അരുൺ ആലത്തൂർ പാലക്കാട് നിന്നൊപ്പം ചേരുന്നു. അരുൺ, ഈ പാലക്കാട് BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരിടമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ വരുന്നു പാലക്കാട് തന്നെ മത്സരിക്കാൻ. മറ്റ് ഇടങ്ങളിലും വലിയ പ്രതീക്ഷയുണ്ട്. BJPക്ക് വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. എന്താണ് പാലക്കാട്ടെ കാഴ്ചകൾ? ശക്തമായ ത്രികോണ മത്സരം വിവിധ മണ്ഡലങ്ങളിൽ നടക്കും എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ മണ്ഡലങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് പാലക്കാട് മണ്ഡലം തന്നെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അതിൽ മെട്രോമാൻ E. ശ്രീധരനെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിച്ചിട്ട് 50,000-ഓളം വോട്ടുകൾ ലഭിച്ചുവെങ്കിലും പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ 5,000-ഓളം വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി 3,000-ഓളം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ നാടിൻ്റെ വികസനത്തെ തന്നെ ബാധിച്ചു എന്നുള്ളൊരു ചിന്ത പാലക്കാട്ടുകാർക്ക് ഇടയിൽ വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം പിന്നീട് ഈ മെട്രോമാന് ശേഷം പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. ഈ 2 പേരും മണ്ഡലത്തിൻ്റെ വികസനത്തിന് യാതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, MLA ഒടുവിൽ സ്ത്രീ പീഡന കേസുകളിലൊക്കെ പെട്ട് മാസങ്ങളോളം ഒളിവിൽ കഴിയുന്ന സാഹചര്യവും മണ്ഡലത്തിലെ വികസനം മുഴുവൻ സ്തംഭിച്ച ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള മലമ്പുഴ മണ്ഡലത്തെ എടുത്ത് നോക്കുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ VS അച്യുതാനന്ദൻ മത്സരിച്ചപ്പോൾ പോലും BJPയുടെ C. കൃഷ്ണകുമാർ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 50,000-ഓളം വോട്ടുകൾ ആ മണ്ഡലത്തിൽ BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ആ മണ്ഡലത്തിലും വലിയ തികഞ്ഞ വിജയപ്രതീക്ഷ BJP ക്യാമ്പുകളിലുണ്ട്. മുൻകാലങ്ങളിലൊക്കെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും മലമ്പുഴയും മാത്രമായിരുന്നു BJP ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പാലക്കാടിനും മലമ്പുഴയ്ക്കും അപ്പുറം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഫലം പരിശോധിക്കുന്ന സമയത്ത് മറ്റ് ഒരുപാട് മണ്ഡലങ്ങളിൽ BJP മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ 43,000-ലേറെ വോട്ടുകളാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 10,000-ഓ 15,000-ഓ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലും വിജയം അനായാസം സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവരുടെ ക്യാമ്പുകളിലുണ്ട്. ഷൊർണൂരിനെ എടുത്തു നോക്കുമ്പോൾ ഷൊർണൂരിലും സമാനമായ രീതിയിലുള്ള സാഹചര്യമാണ്. നെന്മാറ മണ്ഡലത്തിൽ സമാന സാഹചര്യമാണ്. അത്തരത്തിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് പാലക്കാട്ടെ ഈ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ BJP വലിയ മുന്നേറ്റം നടത്തി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പാലക്കാട് ജില്ലയെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. പാലക്കാട് നഗരസഭയിലെ തുടർച്ചയായ 3ാം തവണയും ഹാട്രിക് വിജയമാണ് BJP നേടിയത്. കോൺഗ്രസ് അവർ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും അവർക്കതിന് സാധിച്ചില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തയായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുക, മെട്രോമാനിലൂടെ പാലക്കാട്ടുകാർക്ക് സംഭവിച്ച തെറ്റ് അത് തിരുത്തുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പാലക്കാട് നിയമസഭാ മണ്ഡലമുള്ളത്. തൊട്ടടുത്തുള്ള മലമ്പുഴയിലേക്ക് നോക്കുമ്പോൾ അവിടെ അകത്തേത്തറ പഞ്ചായത്ത് 37 വർഷം CPM ഭരിച്ച പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുണ്ടൂർ, പുതുപ്പെരിയാരം, അതുപോലെ മലമ്പുഴ, എലപ്പുള്ളി, കൊടുമ്പ് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം നടത്തി BJP പ്രധാന പ്രതിപക്ഷമായിട്ട് മാറിയിട്ടുണ്ട് പലയിടത്തും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചത്ര പെർഫോം ചെയ്യാൻ ഈ മലമ്പുഴ മണ്ഡലത്തിൽ അവർക്ക് സാധിച്ചിട്ടില്ല. അതും അവർ വലിയ ആശങ്ക ഇടത് ക്യാമ്പുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മലമ്പുഴയിലെ ഒരു പ്രത്യേകത. അതേസമയം BJP ക്യാമ്പുകളിൽ അവിടെയും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെന്മാറ മണ്ഡലവും അതുപോലെ തന്നെ ഷൊർണൂരും ഒറ്റപ്പാലും ഒക്കെ നോക്കുമ്പോൾ ഒറ്റപ്പാലത്ത് 43,000-ലേറെ വോട്ടുകൾ നേടിയെന്ന് മാത്രമല്ല അവിടുത്തെ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായി മാറി. അതുപോലെ ഷൊർണൂരിൽ BJP പ്രധാന പ്രതിപക്ഷമായി മാറി. അങ്ങനെ BJP ക്യാമ്പുകളിൽ വിവരങ്ങൾ നൽകിയത്.